യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിന്റെ മക്കൾ വലിയ കുറ്റം ചെയ്തു, ചെറിയ കുറ്റമൊന്നുമില്ല. യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ കൊണ്ട് പോട്ടക്കണ്ടിലെറിഞ്ഞു, വേറെയും പലതും ചെയ്തു. അവസാനം അവർ തൗബയുടെ അടുത്തെത്തി. അപ്പൊ എന്താ പറഞ്ഞത്? യാ അബാൻ അസ്തഗ്ഫിർ ലനാ, ഞങ്ങളെ ദോഷം വെറുക്കാൻ വേണ്ടി ബാപ്പ ഒന്ന് റെക്കമെൻഡ് ചെയ്യണേ. മുജാഹിദിന്റെ പുതിയ ആശയം എന്താ? മധ്യസ്ഥൻ വേണ്ട, മധ്യവർത്തി വേണ്ട. എന്നാ യാക്കൂബ് നബി എന്താ പറയണ്ടേ? മധ്യവർത്തി വേണ്ട, നിങ്ങൾ പഠിച്ചോണ്ടോന്ന് പറഞ്ഞാൽ മതി. യാക്കൂബ് നബി അലൈഹി പറഞ്ഞത് എന്താ ഖുർആനിലുള്ളത്? സൗഫ അസ്തഗ്ഫിർ ലക്കും റബ്ബി, ഞാൻ നിങ്ങൾക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യും മക്കളെ. ചെയ്യൂല എന്നല്ല, ഞാൻ ചെയ്യും. എന്ത്? അമ്പിയാക്ക് അല്ലാഹുവിന്റെ നിർദ്ദേശം റെക്കമെൻഡ് വേണം. ഖുർആൻ പറഞ്ഞതല്ലേ? എന്താ പറഞ്ഞു ഖുർആൻ? വസ്തഗ്ഫിർ ലിദംബിക വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, ഈമാനുള്ള പുരുഷന്മാർക്കും ഈമാനുള്ള സ്ത്രീകൾക്കും അവരെ ദോഷം പൊറുക്കാൻ നബിയെ തങ്ങൾ എന്നോട് റെക്കമെൻഡ് ചെയ്യൂ, റെക്കമെൻഡ് ചെയ്യണമെന്ന് ഖുർആൻ അമ്പിയാക്കളോട് നിർദ്ദേശിക്കുകയാണ്. ഇനി അങ്ങനെ റെക്കമെൻഡ് വേണ്ട, മധ്യവർത്തി വേണ്ട എന്ന് പറഞ്ഞാലോ അവൻ ഈമാനുള്ളവനല്ല എന്ന് ഖുർആൻ തുറന്നു പറയാണ്. സൂറത്തുൽ മുനാഫിഖൂനിൽ അല്ലാഹു പറയാണ്, എന്ത്? ഇദാ ഖീല ലഹും യസ്തഗ്ഫിർ ലക്കും റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂൽ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യും, ഒരു റസൂലുള്ളാഹിനോട് പറയാൻ വരൂ എന്ന് പറഞ്ഞ് വിളിച്ചാൽ ലവ്വ റൂസഹും, അവർ തലയങ്ങ് തിരിച്ചു കളയും. വറഅയ്തഹും യസുദ്ദൂൻ, അവർ പിരിഞ്ഞു പോകും. വഹും മുസ്തക്ബിറൂൻ, അവർ അഹങ്കാരികളാണ്. ഞങ്ങളെ പടച്ചവനോട് തെറ്റിനെ ഞങ്ങളെ അങ്ങ് പറയും. അങ്ങനെ മുഹമ്മദിന്റെ റെക്കമെൻഡ് വേണ്ട. അപ്പോൾ പരസ്പരം ജീവിച്ചിരിക്കുന്ന ആളുകളോട് വിശ്വാസികൾ ദുആക്ക് വേണ്ടി വസിയത്ത് ചെയ്യുന്നതും അങ്ങനെ പ്രാർത്ഥിക്കുന്നതും, പ്രത്യേകിച്ചും അമ്പിയാക്കളുടെ പ്രാർത്ഥനകൾ, സ്വാലിഹീങ്ങളുടെ പ്രാർത്ഥനകൾ, അതൊക്കെ സ്വീകരിക്കപ്പെടുന്നതാണ് എന്ന് പഠിപ്പിക്കുന്നവരും അത് പ്രാവർത്തികമാക്കുന്നവരുമാണ് മുജാഹിദുകൾ. അതുകൊണ്ട് മുജാഹിദുകൾ മറ്റൊരാളോട് നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് പറയുന്നത് തെറ്റാണ്. മധ്യവർത്തികൾ വേണ്ട, ശുപാർശകർ വേണ്ട എന്നാണ് മുജാഹിദുകൾ പറയുന്നത് എന്ന് ഇദ്ദേഹം കളവ് പറയുകയാണ്, ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. അതേപോലെ തന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശുപാർശ അത് വേണ്ട എന്ന് മുജാഹിദുകൾ പറയുമോ? പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കെ ആ പ്രവാചകൻ്റെ ഒരു പ്രാർത്ഥന കിട്ടുക എന്നുള്ളത്, ഒരു ശുപാർശ കിട്ടുക എന്നുള്ളത് എത്രമാത്രം വലിയ അനുഗ്രഹമുള്ള കാര്യമാണ്. ഇവിടെ പേരോട് ഉദ്ധരിച്ച തെളിവെന്താണ്? യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാമയോട് അദ്ദേഹത്തിൻ്റെ മക്കൾ പ്രാർത്ഥിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു എന്നാണ്. മുജാഹിദുകൾ അതിനെ എതിർക്കുന്നുണ്ടെങ്കിലല്ലേ അത് തെളിവാവുകയുള്ളൂ. സലഫികൾ അതിനെ എതിർക്കുന്നുണ്ടെങ്കിലല്ലേ അത് തെളിവാവുകയുള്ളൂ. ജീവിച്ചിരിക്കുന്ന തങ്ങളുടെ പിതാവിനോട്, അതേപോലെ തന്നെ നബിയായ യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാമയോട് നിങ്ങൾ അള്ളാഹുവിനോട് ഞങ്ങൾക്ക് വേണ്ടി പൊറുക്കലിനെ തേടണമെന്നാണ് അവർ ആവശ്യപ്പെട്ടത്. അത്തരം ആവശ്യപ്പെടലിനെ സലഫികൾ എതിർത്തിട്ടില്ല. എന്നാൽ പേരോടിന് അത് എപ്പോഴാണ് തെളിവാകുന്നത്? മക്കൾ യാക്കൂബ് നബിയെ വിളിച്ചു തേടണം. യാക്കൂബ് നബിയെ, നിങ്ങൾ ഞങ്ങളുടെ പാപങ്ങൾ പുറത്തു തരണമേ. അങ്ങനെ പറഞ്ഞതിന് ഖുർആനിൽ തെളിവുണ്ടോ? ഉണ്ടെങ്കിൽ അത് ഉദ്ധരിക്കുക. അല്ലെങ്കിൽ മരിച്ചുപോയ യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാമയോടാണ് മക്കൾ ആവശ്യപ്പെടുന്നതെങ്കിലും പേരോടിന് അതിനെ തെളിവാക്കാം. ഇത് രണ്ടിനും പരിശുദ്ധ ഖുർആനിൽ തെളിവില്ല, പേരോട് ഉദ്ധരിച്ചതിലും തെളിവില്ല. അപ്പോൾ സലഫികൾ വാദിക്കുന്നത് നേർക്ക് നേരെ ജീവിച്ചിരിക്കുന്നവരാകട്ടെ മരിച്ചുപോയവരാകട്ടെ നേർക്ക് നേരെ അവരെ വിളിച്ച് പ്രാർത്ഥിക്കുവാൻ പാടില്ല, റഹ്മാനായ റബ്ബിനോട് ചോദിക്കേണ്ട കാര്യങ്ങൾ സൃഷ്ടികളോട് ചോദിക്കാൻ പാടില്ല എന്നതാണ് സലഫികളുടെ വാദം. പേരോട് അതിന് തെളിവ് ഉദ്ധരിച്ചിട്ടില്ല. പക്ഷേ താൻ ഉദ്ധരിക്കുന്ന തെളിവുകൾ ഇതിനുള്ള തെളിവുകളാണെന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് സാധാരണക്കാരായ ആളുകളെ അദ്ദേഹം വഞ്ചിക്കുകയാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ അദ്ദേഹം തെളിവ് ഉദ്ധരിച്ചു സൂറത്തു അൽ മുനാഫിഖൂനിൽ, വഇദാ ഖീല ലഹും തആലൂ യസ്തഗ്ഫിർ ലക്കും റസൂലുള്ളാഹ്, ഇതാ നിങ്ങൾ വരൂ, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അടുത്തേക്ക് വരൂ, അള്ളാഹുവിൻ്റെ റസൂൽ നിങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിനോട് പുറക്കലിനെ തേടും എന്ന് പറയുമ്പോൾ മുനാഫിഖ്യങ്ങൾ എന്ത് ചെയ്യാണ്? ലവ്വ റൂസഹും, അവരുടെ തല അവർ തിരിച്ചു കളയുന്നു. വറഅയ്തഹും യസുദ്ദൂന വഹും മുസ്തക്ബിറൂൻ, അഹങ്കാരികളായിക്കൊണ്ട് അവർ തിരിഞ്ഞു കളയുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരിക്കുന്ന സന്ദർഭത്തിൽ ഗുരുതരമായ തെറ്റുകൾ ചെയ്യുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും മുസ്ലിമീങ്ങളെയും വഞ്ചിക്കുകയും ചെയ്ത മുനാഫിക്കുകൾ, അവർക്ക് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശുപാർശ പറയാം റബ്ബിനോട്, നിങ്ങൾ നബിയുടെ അടുക്കലേക്ക് വരൂ എന്ന് പറഞ്ഞാൽ അവർ അത് കൂട്ടാക്കുന്നില്ല, അംഗീകരിക്കുന്നില്ല, അഹങ്കാരികളായി തിരിയുന്നു എന്നാണ് ഈ ആയത്തിലുള്ളത്. ഇതിൽ മുജാഹിദുകൾക്ക് സലഫികൾക്ക് എന്ത് എതിർപ്പാണുള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരിക്കെ അള്ളാഹുവിൻ്റെ റസൂൽ തൻ്റെ ഉമ്മത്തിന് വേണ്ടി പൊറുക്കലിനെ തേടുക എന്നുള്ളത് ഏറ്റവും അഫ്ളലായ കാര്യമാണ്. പ്രത്യേകിച്ചും അവർ നബിയോടാണ് ആ തെറ്റ് ചെയ്തിട്ടുള്ളതെങ്കിൽ, നബിയെ ബാധിക്കുന്ന കാര്യമാണ് ചെയ്തിട്ടുള്ളതെങ്കിൽ തീർച്ചയായും നബി അവർക്ക് വേണ്ടി പൊറുക്കലിനെ തേടുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് സ്വീകരിച്ചേക്കാം. അതുകൊണ്ടാണ് അവരിലേക്ക് വരുമെന്ന് വിളിക്കപ്പെട്ടത്. അപ്പോഴാണ് അവർ തിരിഞ്ഞു കളഞ്ഞത്. അതൊരിക്കലും പാടില്ല. ആ നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ധിക്കരിക്കാൻ പാടില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇതെങ്ങനെയാണ് പേരോടിന് തെളിവാകുന്നത്? പേരോടിന് തെളിവാവണമെങ്കിൽ ഈ ആയത്തിൽ എന്തു വേണം? വിശ്വാസികൾക്ക് ഒരു അബദ്ധം പറ്റിയാൽ മുഹമ്മദ് നബിയെ ഞങ്ങളുടെ പാപങ്ങൾ പുറത്തു തരണമേ എന്ന് അവർ പറയണമെന്ന് ഈ ആയത്തിലുണ്ടാകണം. ഈ ആയത്തിൽ അങ്ങനെ ഒരു വാക്ക് തന്നെയില്ല. നബിയെ നിങ്ങൾ ഞങ്ങളുടെ പാപങ്ങൾ പുറത്തു തരണമേ എന്ന് നബിയോട് നേർക്കുനേരെ വിളിച്ചു പ്രാർത്ഥിക്കാൻ ഈ ആയത്തിൽ തെളിവുണ്ടോ? ഈ ആയത്തിൽ തെളിവില്ല. അല്ലെങ്കിൽ മരിച്ചുപോയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നബിയുടെ വഫാത്തിന് ശേഷവും നമുക്ക് വേണ്ടി പാപമോചനം തേടാൻ പറയാം എന്നതിനും ഇതിൽ തെളിവില്ല. മറിച്ച് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കെ നബിയോട് തെറ്റ് ചെയ്ത ആളുകൾ അവർ നബിയുടെ അടുക്കൽ വന്ന് അള്ളാഹുവിൻ്റെ റസൂൽ അവർക്ക് വേണ്ടി ശുപാർശ പറയുന്നതിനെ സംബന്ധിച്ചാണ് ഈ ആയത്തിലുള്ളത്. എന്നാൽ അതല്ലാത്ത വിഷയങ്ങളിൽ തെറ്റ് സംഭവിച്ച ആളുകളാണെങ്കിൽ നബിയുടെ അടുക്കൽ വരുന്നതിനെ സംബന്ധിച്ച് പറയാതെ നേർക്കുനേരെ തന്നെ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്താം എന്നുള്ള ധാരാളക്കണക്കിന് ആയത്തുകൾ പരിശുദ്ധ ഖുർആനിലുണ്ട്. അതുകൊണ്ട് തന്നെ എന്ത് തെറ്റ് ചെയ്താലും അത് നബിയുടെ അടുക്കൽ വന്നുകൊണ്ട് പറയുക എന്നുള്ള ഒരു ഷർത്ത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് നമ്മളെ പഠിപ്പിച്ചിട്ടില്ല, ഇസ്ലാമിലില്ല. എന്നാൽ ഇതിവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രത്യേകം തെറ്റ് ചെയ്തപ്പോൾ തീർച്ചയായും നബിയുടെ ശുപാർശ പ്രധാനപ്പെട്ടതാണ്. ഇനി അതല്ലാത്ത തെറ്റുകളാണെങ്കിൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരിക്കെ അവർക്ക് വേണ്ടി ശുപാർശ പറയുക എന്നുള്ളത് വലിയ ഫضലുള്ള കാര്യമാണ്. എന്നാൽ ഇതിലൊന്നും തന്നെ പേരോടും കൂട്ടരും ചെയ്യുന്നതിന് തെളിവില്ല, നബിയെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിന് തെളിവില്ല, മരിച്ചുപോയവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിന് തെളിവില്ല, അവരോട് നേർക്കുനേരെ ഇസ്തിഗാസ നടത്തുന്നതിന് തെളിവില്ല, മരിച്ചുപോയ ആളുകളെ ശുപാർശക്കാരാക്കുന്നതിനും തെളിവില്ല. അത്തരം മധ്യവർത്തികളെ, അത്തരം ശുപാർശകരെയാണ് പാടില്ല എന്ന് സലഫികൾ പറഞ്ഞിട്ടുള്ളത്. അത് പരിശുദ്ധ ഖുർആനിൽ നിന്ന് തെളിവ് ധരിച്ചുകൊണ്ടാണ്.
ഖുർആനിലെ 10-ാം അധ്യായം സൂറത്ത് യൂനുസിലെ 18-ാമത്തെ ആയത്തിൽ എന്താണുള്ളത്? ബഹുദൈവാരാധകരായ മക്കാ മുശ്രിക്കുകളായ ആളുകൾ മരിച്ചുപോയ മഹാത്മാക്കളെ വിളിച്ചു തേടിയത് എന്തിനാണ്? അവരുടെ ന്യായം എന്താണ്? ഹൗലൈ ശുഫാഉന ഇൻദല്ലാഹ്, ഇവർ അള്ളാഹുവിൻ്റെ അടുക്കൽ ഞങ്ങൾക്കുള്ള ശുപാർശകരാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനെ ഖണ്ഡിക്കുന്നു. അങ്ങനെ ശുപാർശകരാണ് എന്ന വ്യാജേന അവരെ വിളിച്ച് പ്രാർത്ഥിക്കാനും അവർക്ക് നേർച്ച വഴിപാടുകൾ അർപ്പിക്കാനും പാടില്ല എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഇതെല്ലാം ഷിർക്കിൻ്റെ പ്രവർത്തനങ്ങളാണ്. ഇതൊന്നും ഇസ്ലാമിൽ തെളിവില്ലാത്തതാണ്, പാടില്ലാത്തതാണ്. ഇതാണ് സലഫികൾ പറയുന്നത്. അതിനെ ഖണ്ഡിക്കാൻ അതിനനുസരിച്ചുള്ള തെളിവല്ലേ യഥാർത്ഥത്തിൽ പേരോട് കൊണ്ടുവരേണ്ടത്? എന്നാൽ പേരോട് കൊണ്ടുവരുന്ന തെളിവുകളൊക്കെ ജീവിച്ചിരിക്കുന്ന അമ്പിയാക്കൾ അവരുടെ സമൂഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതും വിശ്വാസികൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുന്നതുമായ കാര്യങ്ങളാണ്. സലഫികൾ അതിനെ എതിർത്തിട്ടില്ല. അതുകൊണ്ട് പേരോട് എന്താണോ വാദിക്കുന്നത് അതിന് തെളിവ് കൊണ്ടുവരാതെ ജനങ്ങളെ വഞ്ചിക്കുന്ന ഏർപ്പാടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്.